ഭാരതം എന്റെ രാജ്യമാണ്. ഇവിടെ ഒരു വിദേശ ശക്തിക്കും നമ്മൾ അടിമകളല്ല. വിദേശങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയവരാണ് നമ്മൾ. അടിമത്വത്തിനെതിരെ പോരാടിയ മലങ്കര സഭയെ ഒറ്റപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത് ആരായാലും അവരുടെ ലക്ഷ്യം ഒന്നു മാത്രം: കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക. മുട്ടനാടുകൾ തമ്മിൽ തല്ലുമ്പോൾ ഇറ്റു വീഴുന്ന ചോര കുടിക്കുവാൻ ഇറങ്ങിയവരെ തിരിച്ചറിയണം. മലങ്കര സഭയെ തകർക്കുവാൻ ഒരു ശക്തിക്കുമാവില്ല. പിതാക്കന്മാരുടെ കണ്ണുനീർ വീണ മലങ്കരയുടെ മണ്ണിൽ രാജ്യത്തെ കോടതി വിധികൾ നടപ്പാവുക തന്നെ ചെയ്യും. അതിനെ ചെറുക്കുവാൻ കാണിക്കുന്ന കപട നാടകങ്ങളും ശ്രമങ്ങളും എല്ലാം പൊളിഞ്ഞു വീഴും. ഈ സഭ സത്യത്തിന്റെ, ദൈവത്തിന്റെ സഭയാണ്. സത്യം മാത്രം ജയിക്കും. സത്യം മാത്രമേ ജയിക്കൂ. മലങ്കര സഭയ്ക്ക് നീതി ലഭിച്ചത് രാജ്യത്തെ പരമോന്നത നീതി പീഠത്തിൽ നിന്നാണ്. ഈ വിധി നടപ്പാക്കുവാൻ ബാധ്യസ്ഥരായവർ പോലും അനീതി കാണിക്കുന്നവർക്ക് കുട പിടിച്ചു നിൽക്കുന്നു. കോടതി വിധി നടപ്പിലായ സ്ഥലങ്ങളിലും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവം ശ്രമങ്ങൾ നടക്കുന്നു. അതിനുദാഹരണമാണ് ചാലിശ്ശേരി പള്ളിയിൽ നടക്കുന്നത്. കോടതിയുടെ അന്ത്യശാസനവും വന്നു കഴിഞ്ഞു, മാത്രം നിവൃത്തി കെട്ടിട്ടാണ് ഇവർ വിധി നടപ്പാക്കുന്നത്. കോടതി പല പ്രാവശ്യം ഇവർക്ക് താക്കീത് കൊടുക്കേണ്ടി വന്നു. സത്യത്തിനും നീതിക്കും നിരക്കാത്ത ഒരു പ്രവർത്തനത്തിനും കൂട്ടുനിൽക്കാത്ത മലങ്കര സഭ നീതിക്കായി പോരാടിയത് സുപ്രീം കോടതിയിലാണ്. അവിടെ നിന്ന് നീതി ലഭിച്ചു. ആ നീതി നടപ്പാക്കുവാൻ കാണിക്കുന്ന മടി രാജ്യദ്രോഹമാണ്. ഭാരതത്തിന്റെ സംസ്കാരവും പൈതൃകവും നെഞ്ചിലേറ്റിയ മലങ്കര നസ്രാണിയുടെ തദ്ദേശീയ പാരമ്പര്യം പേറുന്ന സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. മലങ്കര സഭയിൽ സമാധാനം വേണം, പ്രശ്നങ്ങൾ തീരണം. തർക്കത്തിന് അവസാനമായി സുപ്രീം കോടതി അന്തിമ വിധി നൽകിയത് എല്ലാം പഠിച്ചും കണ്ടും കേട്ടിട്ടുമാണ്. ആ കോടതി വിധികൾ നടപ്പാക്കാൻ ശ്രമിക്കുന്നതിന് പകരം സഭയെ തകർക്കുവാൻ, അസമാധാനം വിതയ്ക്കുവാൻ കച്ചകെട്ടി ഇറങ്ങിയവരെ ഒറ്റപ്പെടുത്തണം. ഭാരതത്തെ സ്വന്തം സിരകളിൽ ചേർത്ത് പിടിച്ച മലങ്കര ഓർത്തഡോക്സ് വിശ്വാസികൾക്കെതിരായാണ് ഇക്കൂട്ടരുടെ പടപ്പുറപ്പാട്. തർക്കം അന്തിമ വിധി നൽകി സഭയെ സ്വതന്ത്രമാക്കിയപ്പോൾ അതുവരെ പള്ളിയും സ്വത്തുക്കളും കൈയടക്കി കട്ടുമുടിച്ചവർക്ക് ഹാലിളകിയത് സ്വാഭാവികം. പാത്രിയാർക്കീസ് പുതിയ അനുയായിയെ വാഴിച്ച് കേരളത്തിലേക്ക് അയച്ചപ്പോൾ ഒന്നുകൂടി പറഞ്ഞു വിടണമായിരുന്നു: കയ്യേറി വെച്ചിരിക്കുന്ന പള്ളികൾ വിട്ടുകൊടുക്കുവാൻ. അന്തസ്സും അഭിമാനവും ഉണ്ടെങ്കിൽ മലങ്കര സഭയ്ക്ക് അവകാശപ്പെട്ട മുഴുവൻ പള്ളികളും വിട്ടുതന്നിട്ട് മഫ്രിയാനയായി മാർ ജോസഫ് ഗ്രിഗോറിയോസ് തിരുമേനി വാഴണം. അതാണ് സഭയ്ക്കും സമൂഹത്തിനും മാതൃക. അല്ലാതെ വാചക കസർത്ത് നടത്തിയിട്ട് കാര്യമില്ല.